we respect religion and the choices made by individuals into their particular faith. Now, this particular inauguration has been virtually converted into a state-sponsored inauguration, with the presence of the Prime Minister, UP Chief Minister, and various others who may be holding constitutional positions. Our Constitution is very clear. The Supreme Court has reiterated it, that the state and the government shall not profess any religious affiliation. Now that is being violated here. അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിച്ചു. അല്ലല്ല, അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ചിട്ടുള്ള എനിക്കറിയില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അത് ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല. 2024 പൊതു തെരഞ്ഞെടുപ്പിന് രാജ്യം തയ്യാറെടുക്കുമ്പോഴാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുന്നത്. ബാബറി മസ്ജിദ് തർക്കത്തിലെ സുപ്രീം കോടതി വിധിയോടെ അടഞ്ഞതെന്ന് കരുതിയ അയോധ്യ അധ്യായം വീണ്ടും തുറക്കുമ്പോൾ പ്രതിപക്ഷവും ആശയക്കുഴപ്പത്തിലാണ്. ജനുവരി 22-ന് നടക്കാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം CPIM നിരസിച്ചെങ്കിലും കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇനിയും പാർലമെന്റിൽ വാ തുറക്കാൻ അനുവദിക്കാത്ത പ്രതിപക്ഷത്തെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചത് BJPയുടെ പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയ തന്ത്രമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ ശ്രീ രാജു പി നായർ, BJPയുടെ അഡ്വക്കേറ്റ് PR ശിവശങ്കർ, മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ A സജീവൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ PR ശിവശങ്കർ, രാമക്ഷേത്ര നിർമ്മാണം എന്നത് BJP രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൊരു വാഗ്ദാനമാണ്. അതേസമയം തന്നെ രാമക്ഷേത്രം വിഷയം ഉയർത്തിക്കൊണ്ട് വന്നതും പിന്നീട് അതൊരു ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്ക പ്രശ്നമായി മാറിയതും അതിൽ സുപ്രീം കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചതുമൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട്. അവിടെ അവസാനിക്കേണ്ടതായിരുന്നില്ലേ BJPയുടെ ഈ രാമക്ഷേത്രത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ? ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ ശിലാന്യാസത്തിനെത്തുക, അദ്ദേഹം തന്നെ ഈ ഒരു മതേതര ഇന്ത്യയുടെ മുന്നിൽ അദ്ദേഹം ഈ രാമക്ഷേത്രത്തിൽ അതിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിന് നേതൃത്വം കൊടുക്കുക, അദ്ദേഹം തന്നെ മറ്റുള്ളവരെ ക്ഷണിക്കുക. ഇത് BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, ഇതുവരെ പയറ്റിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു തുടർച്ച മാത്രമല്ലേ? അതുകൊണ്ട് CPMനെ പോലുള്ള കക്ഷികൾ ഉയർത്തുന്ന വിമർശനങ്ങളെ BJP എത്രത്തോളം ഗൗരവത്തിൽ കാണുന്നുണ്ട്? കാരണം ഭരണഘടന പറയുന്ന, സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള മതത്തെയും അതിൻ്റെ പ്രചാരകരായി ഒരു രാഷ്ട്രീയ കക്ഷികളും ഒരു ഭരണ നേതൃത്വവും മാറരുതെന്നുള്ളതാണ്. അതിന് ഘടകവിരുദ്ധമല്ലേ BJPയുടെ ഇപ്പോഴത്തെ നിലപാടും പ്രവർത്തനവും? ഞാൻ ഒരിക്കലും അതിനെ അങ്ങനെ കാണുന്നില്ല. കാരണം രാമക്ഷേത്രം എന്നുള്ളത് തന്നെ ഒരു രാമൻ എന്നുള്ളതോ ഒരു മതത്തിന്റെ ഭാഗമായിട്ട് മാത്രം കാണേണ്ടതല്ല. കാരണം നമുക്കറിയാം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഗണപതി പൂജയൊക്കെ നടത്തിയ ആളുകളും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജി തന്നെ ശ്രീരാമനെയും രാമരാജ്യവുമൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതും ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ വേണ്ടി മുന്നോട്ട് വെച്ചതും. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ എന്നുള്ളത് ഒരു കേവലം ഭക്തിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ ഭാഗമായി ആയിട്ടല്ല ലോകത്തെ ജനതകൾ മുഴുവൻ കാണുന്നത്, പ്രത്യേകിച്ച് ഭാരതീയർ കാണുന്നത്. അതൊരു ഇറ്റ്സ് എ മോഡൽ, ഒരു മോഡലായിട്ടാണ് അത് കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ആ രീതിയിൽ കാണുന്നത്. അതിനെ അങ്ങനെയാണ് കാണേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണത് കണ്ടിരുന്നതും. എനിക്ക് തോന്നുന്നത് ഇവിടെ മറ്റു രീതിയിൽ പറഞ്ഞാൽ, അങ്ങടക്കം പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ യെച്ചൂരി പറയുന്നതും കേട്ടിരുന്നു. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി BJPക്കാരനായതുകൊണ്ടും UP പ്രധാനമന്ത്രി BJPക്കാരനായതുകൊണ്ടും അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പാടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ അത് BJPയുടെ പരിപാടിയാവുന്നു. ഭാഗ്യവശാൽ ഇന്ത്യയുടെയും ജനങ്ങളുടെയും ഭാഗ്യവശാൽ BJP MP-മാരും MLA-മാരുമാണ് ഇവരെ തെരഞ്ഞെടുത്തത്. അതിൽ CPM എന്തിനാണ് ഇത്രയേറെ ഭയക്കുന്നത് അല്ലെങ്കിൽ വേവലാതിപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ അദ്ദേഹം അത്ര വലിയ ഒരു യെച്ചൂരിയൊന്നും ഒരു മതപരമായ ചടങ്ങിലും പങ്കെടുത്തില്ല എന്ന് പറയുന്നു ചെയ്തത് 2013 സെപ്റ്റംബർ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതായത് ഈ പറയുന്ന
സീതാറാം യെച്ചൂരി തന്നെ 2018 ജൂലൈ 15-ാം തീയതി അദ്ദേഹം തന്നെ മതപരമായ പല ചടങ്ങിലും ഹൈദരാബാദിൽ ബനാലു ഒരു ക്ഷേത്രത്തിൽ പങ്കെടുത്ത് നമുക്കറിയാം വലിയ അദ്ദേഹം പറഞ്ഞത് വേണ്ട സ്ഥലത്ത് മതം കൃത്യമായി ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യത്ത് ഒരു ഭരണത്തലവൻ ഈ മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും അത് എന്ത് സന്ദേശമാണ് മതേതര രാജ്യത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രീ ശിവശങ്കർ, രണ്ട് കാര്യങ്ങളിലാണ് എനിക്കിപ്പോൾ താങ്കളിൽ നിന്ന് ഞാനൊരു വ്യക്തത ആഗ്രഹിക്കുന്നത്. താങ്കൾ പറഞ്ഞു ശ്രീരാമൻ എന്ന് പറയുന്ന ബിംബം, ആ പ്രതിരൂപം, അത് ഒരു ആശയത്തെയാണ് മുന്നോട്ട് വെക്കുന്നതെന്ന്. പക്ഷേ രാമക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന ഈ പ്രതിഷ്ഠാ ദിനം അത് ഹൈന്ദവ ആചാരപ്രകാരമുള്ളൊരു ചടങ്ങാണല്ലോ, അല്ലെ? അങ്ങനെയല്ലേ ആ പ്രതിഷ്ഠാ ദിനം സ്വാഭാവികമായും ആ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്? അവിടെയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. രണ്ടാമത്തെ കാര്യം, മതപരമായ ഏതെങ്കിലും മതത്തിനോ മത വിശ്വാസത്തിനോ എതിരാണെന്നല്ല CPM പറഞ്ഞിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെ, മറിച്ച് മതത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിലുള്ള വിയോജിപ്പാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് സീതാറാം യെച്ചൂരിയും CPM ഇറക്കിയിരിക്കുന്ന പ്രസ്താവനയിലും. അല്ല, അതും കാലാകാലങ്ങളായി അങ്ങനെയായിരുന്നു. ഒരു രാമക്ഷേത്രമായാലും മഹാത്മാഗാന്ധിജി അടക്കം നടത്തിയ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ആയാലും രാമഭജനയും ഒക്കെ പാടുമ്പോഴും അതിനെ വേണമെങ്കിൽ അക്കാലത്ത് ഗോപികൃഷ്ണ ആയാൽ അതൊരു ഹൈന്ദവ ചടങ്ങാക്കി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമായിരുന്നു. അപ്പോൾ അത് ഒരു സമൂഹത്തിന്റെ, ഈ രാജ്യത്തിന്റെ ഒരു രീതിയും അതിന്റെ ഒരു സംസ്കാരവുമാണെന്നാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജനങ്ങൾക്കൊരു തർക്കവുമില്ല. അത് സുപ്രീം കോടതി നിശ്ചയിച്ച പ്രകാരം അവിടുത്തെ ഒരു മതപരമായ ചടങ്ങ്, ആ മതപരമായ ചടങ്ങ് അല്ലെങ്കിൽ രാമക്ഷേത്ര ട്രസ്റ്റ് അവരെങ്ങനെയാണോ ചടങ്ങ് നടത്തേണ്ടത് എന്ന് നമ്മളല്ലല്ലോ നിശ്ചയിക്കേണ്ടത്. ഇനി നിങ്ങളുടെ നേതാക്കൾ അതിനെ വിശേഷിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നു. ഇപ്പൊ രാമക്ഷേത്ര നിർമ്മാണ സമിതിയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നവർ തന്നെ പറയുന്നത് ഇത് സ്വാതന്ത്ര്യ സമരം പോലെ പ്രാധാന്യമുള്ളതാണ് ഈ രാജ്യത്തെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം നടക്കുന്ന ഈ ഉദ്ഘാടന അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠാ ദിനം എന്നുള്ളതാണ്. ഇപ്പൊ മീനാക്ഷിയിലേക്ക് പറഞ്ഞത് നോക്കൂ, ഇൻവിറ്റേഷൻ ക്യാൻ ബി സെൻഡ് ടു ഓൾ ബട്ട് ഓൺലി ദോസ് കോൾഡ് ബൈ ലോർഡ് രാമ വിൽ കം എന്നാണ്. എല്ലാവർക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഇൻവിറ്റേഷൻ കൊടുക്കും, ക്ഷണം കൊടുക്കും. പക്ഷേ ദൈവം നിശ്ചയിക്കുന്നവർക്ക്, ശ്രീരാമൻ നിശ്ചയിക്കുന്നവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമെന്നാണ്. ഇതിനെല്ലാം ഒരു പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ ഉണ്ട്. ഒരു പക്ഷെ ഉണ്ടായേക്കാം, ഞാൻ അത് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നോക്കൂ, ഏത് ലോക ചരിത്രത്തിലാണ് ഇൻവേഡേഴ്സിന്, ഈ പറയുന്ന കടന്നു വന്നവരെ, അക്രമകാരികളെ ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്? ലോക ചരിത്രത്തിന്റെ ഒരു ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ഇൻവേഡേഴ്സ് വരുമ്പോൾ, താങ്കൾ പറയുന്നത് വരുമ്പോൾ ഏത് അതിർത്തിയിലായിരുന്നു ഈ രാജ്യം ഉണ്ടായിരുന്നത്? എവിടെ അതിർത്തി തിരിച്ചായിരുന്നു ഈ രാജ്യം ഉണ്ടായിരുന്നത് ശ്രീ ശിവശങ്കർ? അതിന് നീണ്ട തർക്കത്തിനൊന്നും ആവശ്യമില്ല. ഭാരതം എന്നുള്ള സങ്കല്പം വിഷ്ണു പുരാണം തൊട്ട് ചരിത്രത്തിലെ ഏത് കാലഘട്ടത്തിലായാലും എത്രയോ മുൻപ് തന്നെ വിഷ്ണു പുരാണത്തിൽ സങ്കല്പത്തിന്റെ കൃത്യം, അതെ, രാജ്യത്തിന് ഈ സങ്കല്പം ഭാരതം എന്ന അല്ല, ഈ ഭാരതം എന്ന സങ്കല്പം എവിടെ തൊട്ട് എവിടെ വരെയായിരുന്നു? ഇൻവേഡേഴ്സ് എന്ന് താങ്കൾ വിശേഷിപ്പിച്ചവർ ഈ ഭൂമിയിലേക്ക്, ഈ മണ്ണിലേക്ക് വരുമ്പോൾ അതിർത്തി തിരിച്ച് ഈ രാജ്യം എന്തായിരുന്നു എന്ന് താങ്കൾക്ക് പറയാം? ഈ രാജ്യത്തിന്റെ അതിർത്തി എന്തായിരുന്നു എന്ന് താങ്കൾക്ക് പറയാമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷ്ണു പുരാണം തൊട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. ഏത് കാലഘട്ടത്തിൽ തൊട്ടായാലും ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം. ഇവിടെയാണ് നിങ്ങൾക്കൊക്കെ തെറ്റുപറ്റുന്നത്. നിരന്തരമായി ഇഫ് യു വാണ്ട് ടു പോയിസൺ എ നേഷൻ, പോയിസൺ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. ദ ഡിമോറലൈസ്ഡ് നേഷൻ സ്റ്റാർട്ടഡ് ദ ഡിമോറലൈസ്ഡ് സ്റ്റോറീസ്. ഇത്തരത്തിൽ രാജ്യത്തിന്റെ, ഈ സംസ്കാരത്തിന്റെ കഥകളെയും അതിന്റെ പുരാണങ്ങളെയും അതിന്റെ വിശ്വാസങ്ങളെയും തകർക്കുമ്പോഴാണ് ഗോപികൃഷ്ണൻ അടക്കമുള്ള ഈ വിശ്വാസത്തിന്റെ പ്രശ്നം വരുന്നത്. അല്ല, ഏത് സംസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്? ചാതുർവർണ്ണ്യം നിലനിന്നിരുന്ന സംസ്കാരത്തെ കുറിച്ചാണോ താങ്കൾ പറഞ്ഞത്? ചാതുർവർണ്ണ്യം നിലനിന്നിരുന്ന ഭാരതീയ സംസ്കാരത്തെ കുറിച്ചാണോ താങ്കൾ പറഞ്ഞത്? നിരീശ്വരവാദികൾ ആദരിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തെ കുറിച്ചാണോ താങ്കൾ പറയുന്നത്? ഞാൻ കേട്ടില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. ചാതുർവർണ്ണ്യം നിലനിന്നിരുന്ന ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തെ കുറിച്ചാണോ താങ്കൾ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്യാമോ അത്? അത് കേട്ടു. അടുത്തത് നിരീശ്വരവാദം ഉണ്ടായിരുന്ന, അടുത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു. നിരീശ്വരവാദം ഉണ്ടായിരുന്ന, അത് അംഗീകരിക്കപ്പെട്ടിരുന്ന രാജ്യത്തിന്റെ സംസ്കാരത്തെ കുറിച്ചാണോ? ശരി,
അതെ, സംശയമില്ല. ചില തെറ്റുകളുണ്ടായിരുന്നു, പോരായ്മകളുണ്ടായിരുന്നു, അത് തിരുത്തപ്പെടണം. നിരീശ്വരവാദികളായ ആളുകൾ ശ്രീരാമചന്ദ്രന്റെ ഈ പറയുന്ന മന്ത്രിസഭയിൽ പോലും ഉണ്ടായിരുന്നു, മന്ത്രിയാക്കിയിരുന്നു. അപ്പൊ അത്രയേറെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ഒരു ജനതയുടെ കാലഘട്ടം ഇന്ത്യയിലുണ്ടായിരുന്നു. മറ്റുള്ള ചില പോരായ്മകൾ ഉണ്ടാവാം. ഈ കാലഘട്ടത്തെക്കുറിച്ച് അടുത്ത 100 വർഷത്തിന് ശേഷം ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ പോരായ്മകളെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടാവാം. ആ കാലഘട്ടം വളരുമ്പോൾ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്തരത്തിലുള്ള ഓരോ മതത്തിലും സമൂഹത്തിലും ഇത്തരത്തിലുള്ള നവോത്ഥാനം നടത്തപ്പെടും. നവോത്ഥാനം നടത്തപ്പെടുക തന്നെ വേണം, നടത്തപ്പെടാതിരിക്കുകയാണ് തെറ്റ്. അപ്പോ ഏതൊരു കാലഘട്ടത്തിന്റെയും ഒരു ചിന്താപരമായ പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം. പക്ഷെ അതുകൊണ്ട് ആ രാജ്യത്തിന് അസ്തിത്വമില്ല എന്നും ആ രാജ്യം ഒരു രാജ്യമായി ഒരിക്കലും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നും അത് മറ്റു ചില ഇപ്പൊ somebody can say that this is a state, ഓരോ സ്റ്റേറ്റും കൂടിയ കാരണം ഇത് ഒരു രാജ്യമല്ല എന്ന് ഭാരതത്തെ കുറിച്ച് വേണേൽ പറയാം. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കണ്ടല്ലോ. കട്ടിംഗ് സൗത്ത്, ഈ സൗത്തിനെ വിഭജിക്കുക, ഇതൊരു രാജ്യമല്ല എന്ന് പറയുന്നു. ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്തയുടെ ആളുകൾ ഈ പറയുന്ന ആര്യ ദ്രാവിഡവാദം മുന്നോട്ട് വെച്ചിരുന്നു, ഇത് ഇന്ത്യയല്ല എന്ന് പറയുവാനായിട്ട്. മതസൗഹാർദ്ദത്തെ തകർത്തുകൊണ്ട് ശിവശങ്കർ, താങ്കൾ ഈ ആര്യന്മാരുടെ തുടർച്ചയിൽപ്പെട്ട ആളുകളാണ് നമ്മളെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരട്ടെ സർ, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഞാൻ ഉത്തരം പറയാം. അപ്പോ കാലാകാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ആര്യദ്രാവിഡവാദം മുന്നോട്ട് വെച്ചതിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു 10 പുസ്തകമെങ്കിലും ഞാനിപ്പോൾ അങ്ങേക്ക് അയച്ചു തരാം. അപ്പോൾ അത് ശരിയല്ല എന്നുള്ളതിനെ കുറിച്ചുള്ള വാദം കൊണ്ട് നിർഭാഗ്യവശാൽ നിങ്ങളെയും എന്നെയൊക്കെ പഠിപ്പിച്ച കാലഘട്ടത്തിലെ ആളുകൾക്ക് അത് മാത്രമായിരുന്നു പഠ്യ വിഷയം എന്നുള്ളത് കൊണ്ട് അത് ശരി എന്നുള്ള വാക്യം ശരിയല്ല. ഒന്ന്. അപ്പോൾ പിന്നെ മതപരമായി വിഭജിക്കാൻ നോക്കിയിരുന്നു, ഇപ്പൊ ഇതാ നോർത്തും സൗത്തുമായിട്ട് വിഭജിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരണ കാലഘട്ടത്തിൽ പോലും മതപരമായും ജാതിപരമായും ഇപ്പോൾ ഈ പറയും നോർത്തും സൗത്തുമായും വിഭജിക്കാൻ പോകുന്നവരുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ ഗോപികൃഷ്ണൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഒരു രാജ്യം എന്ന രീതിയിലുള്ള സങ്കല്പം ദയവായിട്ട് വിധി എഴുതരുത്. താങ്കൾ ആദ്യം പറഞ്ഞു ഈ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറി വന്നവർ, ഇൻവേഡേഴ്സ് എന്നൊരു വാക്ക് താങ്കൾ ഉപയോഗിച്ചു. അവർക്ക് ആശ്രയം കൊടുത്ത്, അവർക്ക് അഭയം കൊടുത്തതാണ് ഈ രാജ്യം എന്ന് പറഞ്ഞു. ഞാൻ താങ്കളോട് ചോദിച്ചു, ഏത് രാജ്യത്തെക്കുറിച്ച്, അതിന്റെ അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ട ഏത് രാജ്യത്തെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്? പിന്നെ അല്ല, ശരി, ഇൻവേഡേഴ്സിനെ എന്താണ് താങ്കൾ ഉപയോഗിച്ച വാക്ക്? യു ഫോർഗിവ് മീ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ ഉപയോഗിച്ച വാക്ക് എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും അതിന്റെ ആശയം ആ നിലയ്ക്കാണല്ലോ. ആ ആശയം അവർ ഇൻവേഡേഴ്സ് വന്നതിനെ സഹിഷ്ണുതയോടെ കണ്ട മണ്ണ് എന്ന നിലയിലാണല്ലോ താങ്കൾ പറഞ്ഞത്, അല്ലേ? അഭയം അല്ലേ? അല്ലേ? We treated them with tolerance. Is that what you mean? We treated them with tolerance. Is that what you mean? See, നമ്മൾ when we speak about history, Mr. Shivashankar, നിങ്ങൾ ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ യു സ്പീക്ക് ഇറ്റ് വിത്ത് ക്ലാരിറ്റി. യു സ്പീക്ക് ഇറ്റ് വിത്ത് ക്ലാരിറ്റി. നിങ്ങൾ ക്ലാരിറ്റിയിൽ പറയൂ. അതർവൈസ് നിങ്ങൾ പറയുന്നത് മതപരമായി വിഭജിക്കാൻ മതപരമായി വിഭജിക്കാൻ ആരാണ് ശ്രമിക്കുന്നത്? ബാബറി മസ്ജിദ് പ്രശ്നം വിഷയമാക്കി കൊണ്ടുവന്നത് ആരാണ്? അല്ലല്ല, ഞാൻ പറഞ്ഞത് when you speak, when you put an argument, you put it with clarity. ഞാൻ വളരെ കൃത്യതയോടെ പറഞ്ഞത്, ഇൻവേഡേഴ്സ് വന്നതിനെ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുകയോ അവരെ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ പാനിപ്പട്ട് യുദ്ധം ഉണ്ടാവില്ല. എത്ര യുദ്ധങ്ങൾ നിരന്തരമായി യുദ്ധം ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, നിരന്തരം യുദ്ധം ചെയ്തിരുന്നു. അപ്പോ അത് ഇൻവേഡേഴ്സ് വന്നപ്പോൾ നമ്മൾ താലം കൊടുത്ത് സ്വീകരിച്ചു എന്നതിന് അർത്ഥമില്ല എന്നേ പറഞ്ഞുള്ളൂ. ശരി, നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ചുകൂടി മറ്റ് അതിഥികൾ കൂടി ഉള്ളതുകൊണ്ട് ശ്രീ ശിവശങ്കർ, നമുക്ക് രണ്ടാമത്, എനിക്കൊന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് താങ്കൾ വീണ്ടും ഒരു ടെലിവിഷൻ സ്ക്രീനിലെ ചർച്ചയ്ക്ക് വരുന്നത്. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടി ഈ കാര്യങ്ങളിലേക്ക് കടക്കാം. ശ്രീ രാജു പി നായർ, CPIM-ന് ഒരു ആശയക്കുഴപ്പവുമില്ല. അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല. അതിന്റെ കാരണം സീതാറാം യെച്ചൂരി വ്യക്തതയോടെ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഇത് മതപരമായ ഒരു ചടങ്ങാക്കി മാറ്റാൻ ശ്രമിക്കുന്നു, ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് പ്രോഗ്രാമാക്കി മാറ്റുന്നു, മതത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു. ഞങ്ങൾ അതിനോട് സഹകരിക്കില്ല, ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല, ഭാഗമാകില്ല, ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും എന്ന് സീതാറാം യെച്ചൂരി ക്ലാരിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് ഇതുവരെ നിലപാട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സം? എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ആശയക്കുഴപ്പം? ആശയക്കുഴപ്പമില്ല. കോൺഗ്രസ് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യ പാർട്ടിയിൽ ഈശ്വരവിശ്വാസികൾ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി ഒരുമിച്ച് ചേർന്നിരുന്ന് ആലോചിച്ച്
ജനുവരി 22-ാം തീയതിയാണ്. അതിനു മുമ്പായിട്ട് എന്താണ് തീരുമാനം എന്നുള്ളത് പ്രഖ്യാപിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ഇപ്പോൾ ജനുവരി 22-ാം തീയതിക്ക് പോകേണ്ട കാര്യത്തിന് ഇപ്പോൾ എടുത്തു ചാടി പറയേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് എന്തായാലും അത് സമയം ഉള്ള സമയത്ത് അത് ആലോചിച്ച് കോൺഗ്രസ് അതിനകത്ത് പ്രഖ്യാപിക്കാൻ സംശയമൊന്നുമില്ല. എന്തായാലും ഒരു കാര്യത്തിലൊരു സംശയവും വേണ്ട. BJP ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. അത് ഒരു പരിധിവരെ അവർ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തന്ത്രം തന്നെയാണ്. ഇവിടെ ഗാന്ധിജിയുടെ പേരൊക്കെ ചേർത്ത് ശ്രീ ശിവശങ്കരൻ പറയുകയുണ്ടായി. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള രാമനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രാമൻ നീതിബോധത്തിൻ്റെ പേരായിരുന്നു അദ്ദേഹത്തിന് രാമൻ. അതല്ലാതെ അദ്ദേഹം ഈശ്വരൻ എന്നു മാത്രമുള്ള സങ്കല്പത്തിലല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തെ നീതിബോധത്തിൻ്റെ പേരാണ് അദ്ദേഹം രാമനായിട്ട് കണ്ടിരുന്നത്. ആ നീതിയാണ് ഈ രാജ്യത്ത് കൊണ്ടുവരണം എന്നുള്ളത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ജനുവരി 22-ാം തീയതി രാമക്ഷേത്രം നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറത്ത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ അഭിമാനത്തെ ചോദ്യം ചെയ്ത് അവരുടെ വിശ്വാസങ്ങളെ തകർത്ത് അവരെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു അയോധ്യയിലെ പള്ളിക്ക് വേണ്ടി ഒരു ദാനം കൊടുത്ത ഭൂമിയിൽ ഇപ്പോഴും അവർക്ക് അവരുടെ പള്ളി പണിതുയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. അപ്പം നീതി എന്ന് പറയുന്നത് അതായിരുന്നു. കോൺഗ്രസ് ഈ വിഷയത്തിൽ ആഗ്രഹിച്ചിരുന്ന നീതി രണ്ട് സമുദായങ്ങളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അലഹാബാദ് ഹൈക്കോടതിയുടെ വിധിയെ സ്പിരിറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീർപ്പായിരുന്നു കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്ന നീതി. ഒരുപക്ഷെ ഈ രാജ്യം ആഗ്രഹിച്ചിരുന്ന നീതി അതുതന്നെയായിരുന്നു. പക്ഷേ BJPയുടെ സമ്മർദ്ദവും BJP രാഷ്ട്രീയമായിട്ടുള്ള ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ നീതിബോധത്തിൽ നിൽക്കുന്ന രാമന് പകരം അമ്പ് കുലച്ചു നിൽക്കുന്ന മനുഷ്യരെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന രാമൻ്റെ ചിത്രമാക്കി അതിനെ മാറ്റുകയും അത് ഒരു അപരമത വിദ്വേഷത്തിലെത്തുകയും ആ അപരമത വിദ്വേഷത്തിലൂടെ മറ്റൊരു സമുദായത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP അല്ല, രാമൻ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം കൂടിയാണ്. അതിനകത്ത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈശ്വര വിശ്വാസമില്ലാത്തവരുണ്ട്, വ്യത്യസ്ത സമീപനമുള്ളവരുണ്ട്. എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ രാമൻ എന്ന് പറയുന്നതും അയോധ്യയിലെ രാമജന്മഭൂമി എന്ന് പറയുന്നതും ഹിന്ദുക്കളെ സംബന്ധിച്ച ഒരു ആരാധനാലയമാണ്, ഒരു വലിയ വികാരമാണ്. അപ്പോൾ അതിനെ നമുക്ക് BJPയുടെ ഈ പറയുന്ന വിഭജന രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ആ വിശ്വാസത്തെ തള്ളിപ്പറയുന്ന നിലപാട് കോൺഗ്രസിന് എടുക്കാനും കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ പോലും കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾക്ക് അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല, പക്ഷെ ഞങ്ങൾ വിധിയെ മാനിക്കുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ വിധിയാണ്. ഇവിടെ ശ്രീ ശിവശങ്കരൻ താങ്കൾ ആ പോയിന്റിലേക്ക് വന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ നമ്മൾ ചരിത്രത്തിൽ ഇപ്പൊ ഈ രാജ്യത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ രാമക്ഷേത്രം അവിടെ അതിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ്സുകാർ സത്യത്തിൽ സന്തോഷിക്കേണ്ടതാണ്. കാരണം നരസിംഹറാവുവിന്റെ കൂടി ആഗ്രഹ പൂർത്തീകരണമാണ് ഈ രാമക്ഷേത്രം എന്ന് പറയേണ്ടി വരും. ഞാൻ ഉദ്ധരിക്കുന്നത് നീരജ ചൗധരിയുടെ പുസ്തകം താങ്കൾ ഒരു പക്ഷേ വായിച്ചു കാണാം. ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തെ, അതായത് നരസിംഹറാവുവിന്, നിഖിൽ ചക്രവർത്തിക്ക് നരസിംഹറാവു നൽകിയ ഒരു അഭിമുഖത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, കോട്ടാണ്, കോട്ട്, ഡിസംബർ 6-ന് 12 മണിക്ക് ശേഷം താങ്കൾ പൂജ നടത്തിയതായി ഞാൻ കേട്ടു. അത് ക്വസ്റ്റ്യനാണ് നരസിംഹറാവുവിനോടുള്ള. നിഖിൽ ചക്രവർത്തി റാവുവിനെ പരിഹസിച്ചു. അപ്പോൾ റാവു പറഞ്ഞ മറുപടി, ദാദാ, എനിക്ക് രാഷ്ട്രീയം അറിയില്ലെന്ന് നിങ്ങൾ കരുതുന്നു. ഞാൻ ജനിച്ചത് രാജ്യനീതിയിലാണ്. ഞാൻ ഇന്ന് വരെ രാഷ്ട്രീയം മാത്രമാണ് ചെയ്യുന്നത്. സംഭവിച്ചത് എന്താണോ നല്ലതിന് സംഭവിച്ചു. ഇത് BJPയുടെ ക്ഷേത്ര രാഷ്ട്രീയം എന്നേക്കുമായി അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിനാൽ ഇത് സംഭവിക്കാൻ ഞാൻ അനുവദിച്ചു എന്ന് നരസിംഹറാവു പറഞ്ഞ ഒരു അഭിമുഖത്തിന്റെ ഭാഗം ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ രാമക്ഷേത്രം അവിടെ ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ കോൺഗ്രസ്സുകാരും സന്തോഷിക്കുന്നുണ്ടാവണം, അല്ലേ ശ്രീ രാജു പി നായർ? ഇല്ല, രാമക്ഷേത്രം ഉണ്ടാവുന്നതുകൊണ്ട് കോൺഗ്രസ്സുകാർ സന്തോഷിക്കുന്നില്ല എന്നുള്ള അർത്ഥമില്ല. ഞാൻ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചത് ആ രാമക്ഷേത്രം പണിയുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഇന്ത്യയുടെ സമുദായ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായി, മകുടോദാഹരണമായി അവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ ബാബറി മസ്ജിദും നിലനിൽക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ 92-ലെ കർസേവയും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ത്യയുടെ സുപ്രീം കോടതിയിലാണ് കേസ് വന്നത്. ആ കർസേവ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിനകത്തുള്ള ഇത് വന്നതും അവിടെ കല്യാൺ സിംഗ് കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ ആ ബാബറി മസ്ജിദിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല എന്നുള്ള ഒരു സത്യവാങ്മൂലം
സമർപ്പിച്ചതിന് ശേഷമാണ് കർസവയ്ക്ക് സുപ്രീം കോടതി അനുമതി കൊടുത്തത് അല്ലേ? അപ്പൊ സുപ്രീം കോടതി അനുമതി കൊടുത്ത ഒന്ന് അവിടെ ഉത്തർപ്രദേശിന്റെ ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലം നിലനിൽക്കുമ്പോൾ അവിടെ നടന്നത് ഒരു വഞ്ചനയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെ ഏതെങ്കിലുമൊക്കെ ഒരു ഡൈവേർജ് ടാക്ടിക്സിലൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറ്റുന്നത് ശരിയല്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആരും ഭൂമിയും രാമജന്മഭൂമിയും രാമസങ്കല്പത്തിനും ആരും എതിരായിരുന്നില്ല. പക്ഷെ അതിന് കുറേയധികം ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഡിസ്പ്യൂട്ട്സ് നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ സമൂഹ മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് എല്ലാ ഭാഗത്തിനും നീതി കൊടുക്കുന്ന ഒരു തീരുമാനം സാധ്യമാകുമായിരുന്നു. ആ തീരുമാനത്തിലേക്കാണ് അലഹാബാദ് ഹൈക്കോടതി എത്തിയത്. പക്ഷേ എന്താ സംഭവിച്ചത്? സുപ്രീം കോടതി വന്നപ്പോഴത്തേക്ക് അതിന് BJP അതിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു. അത് എങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഞാനൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, മല്ലികാർജുൻ ഖാർഗെയെ, സോണിയാഗാന്ധിയെ, ലോക്സഭയിലെ നിങ്ങളുടെ നേതാവ് അധിർ രഞ്ജൻ ചൗധരിയെ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഈ ചടങ്ങിലേക്ക്. അപ്പോൾ താങ്കൾ പറഞ്ഞത് വിശ്വാസികൾ കൂടി ഉൾപ്പെടുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് കോൺഗ്രസ് എന്ന്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആയുധമാക്കാനാണ് രാമക്ഷേത്രത്തിലെ ഈ പ്രതിഷ്ഠാ ദിനത്തെ BJP ഉപയോഗിക്കുന്നതെന്ന് കോൺഗ്രസിന് ആക്ഷേപമുണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ അവിടെ ചെന്ന് അതിനാക്കം കൂട്ടണം? BJPക്ക് ഇപ്പോൾ ഏതാണ്ട് 37.7% വോട്ടാണ് 2019 അവരുടെ വോട്ട് ഷെയർ കിട്ടിയിരിക്കുന്നത്. ആ വോട്ടിൽ കണ്ണും നട്ട് ആണോ കോൺഗ്രസിന് ഇത് ചെയ്യാൻ പോകുന്നത്? മധ്യപ്രദേശിൽ കമൽനാഥ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് കോൺഗ്രസിന് അറിയാമല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം? ഗോപികൃഷ്ണൻ, കോൺഗ്രസ് ഈ സോണിയാഗാന്ധിക്കും അധിർ രഞ്ജൻ ചൗധരിക്കും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെക്കുമുള്ള ഇൻവിറ്റേഷനെ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അതിനേക്കാൾ വലിയ അപകടം ഗോപികൃഷ്ണന്റെ വാക്കുകളിലുണ്ട്. അത് ഗോപികൃഷ്ണൻ ഇപ്പോൾ ഉള്ള ഒരു നറേറ്റീവിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നറേറ്റീവിൽ പറയാൻ ശ്രമിക്കുന്നതാണ്. അത് പക്ഷേ ഒരു പരിധിയല്ല, അത് ഫലത്തിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ BJPക്ക് ആളെ കൂട്ടി കൊടുക്കുകയാണ്. ഹിന്ദുവും ഹിന്ദുത്വയും രണ്ടാണെന്നും ഹിന്ദുവും ഹിന്ദുത്വയും തമ്മിൽ കടലും കടലാടി പോലെ വ്യത്യാസമുണ്ടെന്നും ബഹുമാന്യായ രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പുരാണം മുഴുവൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്, ഞാൻ രാമായണം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരിടത്തും മറ്റൊരുവനെ എന്താ പറയുക ദ്രോഹിക്കണമെന്നും മറ്റൊരുവനെ വെറുക്കണമെന്നും ഹിന്ദുവിൻ്റെ ഒരു പുരാണത്തിലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഹിന്ദു എന്താണോ, ഹിന്ദു ആയിരുന്നുവെങ്കിൽ ആ ഹിന്ദു, ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഹിന്ദു ആയിരുന്നെങ്കിൽ അവിടെ ആ അമ്പലത്തിനോടൊപ്പം ചേർന്ന് ഒരു മസ്ജിദ് കൂടി ഉയരുമായിരുന്നു. അത് ഹിന്ദുത്വയായതുകൊണ്ടാണ് അവിടെ മസ്ജിദ് ഉയരാതെ അവരെ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് അവരെ മാറ്റുന്നതും ആ സമുദായത്തെ വേദനിപ്പിച്ച് പറഞ്ഞയച്ചതും. ഇതിന്റെ വ്യത്യാസം കേരളത്തിലെ ഈ കോൺടെക്സ്റ്റിൽ നിന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അത് BJPക്ക് ശക്തി പകരുന്നതാണ്. ഞാൻ താങ്കളോട് ചോദിക്കുന്നത് 37.7% 2019 BJPയുടെ വോട്ട് ഷെയർ. ഞാൻ പറഞ്ഞത് BJPയുടെ, NDAക്ക് അത് ഏതാണ്ട് 45% വരും. 75% ഹിന്ദുക്കളുള്ള രാജ്യമാണ്, സപ്പോസ് ഭൂരിപക്ഷ ഹിന്ദുക്കളുള്ള രാജ്യമാണ്. താങ്കൾ പറഞ്ഞത് ഹിന്ദുവല്ല ഹിന്ദുത്വം എന്നത് ബോധ്യപ്പെടുത്താൻ, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ ഫലം എടുത്തു നോക്കും, മധ്യപ്രദേശ് അടക്കം, നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ BJPക്കൊപ്പം നിൽക്കുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിന്തുടരുന്ന, അവരെ പിന്തുണയ്ക്കുന്നവരെ തിരിച്ചു പിടിക്കാനാണോ നിങ്ങൾ നോക്കേണ്ടത്? അതാണോ നിങ്ങളുടെ രാഷ്ട്രീയ ബുദ്ധി? അതല്ല മറുപക്ഷത്തുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാനാണോ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ക്ഷണം വരുമ്പോൾ നിലപാടെടുക്കാൻ, നിലപാട് പറയാൻ കോൺഗ്രസിന് ഈ താമസം എന്തിന്? അല്ല, ഗോപികൃഷ്ണൻ ഈ വലയിൽ വീഴുന്നു എന്നുള്ള അതിനകത്ത് പ്രശ്നം. രാമജന്മ ക്ഷേത്ര പ്രശ്നം പൊളിറ്റിക്കലാക്കാൻ, അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാൻ BJPക്ക് ആഗ്രഹമുണ്ട്. അതിന് വോട്ടിന്റെ കണക്ക് പറഞ്ഞ് ഗോപികൃഷ്ണൻ സമീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? എന്താ അതിന്റെ പിന്നിലുള്ള ആശയം? അത് BJPയുടെ ആശയമല്ലേ? അത് BJPയുടെ ആശയമാണ്. ഞാൻ പറയുന്നത് ഈ രാജ്യം ഇപ്പോഴും അല്ലല്ല, ഗോപികൃഷ്ണൻ ഞാൻ പറയട്ടെ 85% ഹിന്ദുക്കളുള്ള ഈ രാജ്യത്ത് ഇപ്പോഴും ഈ രാജ്യം തീവ്ര വലത് രാഷ്ട്രീയത്തിന് കീഴ്പ്പെടാത്തതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വൈവിധ്യം കൊണ്ട് കൂടുതൽ സീറ്റ് കിട്ടുന്നവർ വോട്ട് ഡിവിഷനിലൂടെ വരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ അമേരിക്ക ഈ തീവ്ര വലത് രാഷ്ട്രീയത്തിന് ഒരിക്കൽ അത് സക്കംബ് ചെയ്തു, വീണുപോയി. കാരണം 51% മേലെ വോട്ട് കിട്ടിയാൽ മാത്രമേ 2 പാർട്ടികളുള്ള സിസ്റ്റത്തിൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന് ജയിക്കാൻ സാധിക്കുമായിരുന്നു.
അവിടെ അമേരിക്ക പോലൊരു രാഷ്ട്രം തീവ്രവലത് രാഷ്ട്രീയത്തിന് വേണ്ടി വീണപ്പോഴും ഇന്ത്യ 85% നിലനിൽക്കുന്ന ഹിന്ദുക്കളുള്ള രാജ്യത്ത് അപ്പോഴും ഈ പറഞ്ഞതുപോലെ ആദ്യം 31% പിന്നെ 37% ആ തീവ്രവലത് രാഷ്ട്രീയത്തിൽ എത്തിയുള്ളൂ. അപ്പൊ തീവ്രവലത് രാഷ്ട്രീയത്തിനെ എതിർത്ത് നിൽക്കുന്ന ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണ്. അവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മതപരമായിട്ട് തന്നെ നിൽക്കണം. ആ മതപരമായിട്ടുള്ള കാര്യങ്ങളെ രാഷ്ട്രീയമാക്കാൻ, അതിപ്പോൾ ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അത് രാഷ്ട്രീയമാക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഗോപികൃഷ്ണനെ പോലെ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആൾ അതിനെ വോട്ടിന്റെ രാഷ്ട്രീയം പറഞ്ഞ് വോട്ടിന്റെ രാഷ്ട്രീയം ഞാൻ പറയും ശ്രീ രാജു പി നായർ. എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല? കമൽനാഥ് എന്താണ് മധ്യപ്രദേശിൽ ചെയ്തത്? അല്ല ഞാൻ ചോദിക്കുന്നത് ഇതാണ്. അമ്പലത്തിൽ പോകുന്ന ഹിന്ദുക്കൾ എല്ലാവരും ഹിന്ദുത്വവാദികളാണെങ്കിൽ CPM അകത്ത് പോകുന്ന ഹിന്ദുക്കൾ ഹിന്ദുത്വവാദികളാണോ? CPM-നകത്തും CPM ആണോ? എന്താ നമ്മുടെ പ്രശ്നം? താങ്കൾ തന്നെ പറയുന്നു രാമക്ഷേത്ര നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സംഭവങ്ങളെയും BJP രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇതല്ലേ പൊളിറ്റിക്കലി താങ്കളുടെ ആർഗ്യുമെന്റ്? താങ്കളുടെ രാഷ്ട്രീയമായ വാദം അതല്ലേ? അതിന് നമ്മൾ കൂട്ടുനിൽക്കരുതെന്നല്ലേ? അങ്ങനെ ഒരു നിലപാട് താങ്കൾക്കും താങ്കൾ വിശ്വാസം അർപ്പിക്കുന്ന പ്രസ്ഥാനത്തിനും ആ ഒരു ഉത്തരവാദിത്വം ഈ രാജ്യത്തോടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിലപാട് പറയാൻ ഇത്ര താമസം എന്നതാണ് എന്റെ ചോദ്യം. ഒരു ചരിത്രത്തിൽ ഒരു ആക്ഷേപം നരസിംഹറാവുവിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്, അത് താങ്കൾ മറക്കരുത്. പിന്നെ RSS നേതാക്കളുമായി ബന്ധം പുലർത്തിയെന്ന ആക്ഷേപം രാജീവ് ഗാന്ധിക്കുണ്ട്, അതും താങ്കൾ മറക്കരുത്. അപ്പോൾ ചരിത്രത്തിലുള്ള വസ്തുതകളെ മുൻനിർത്തിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഗോപികൃഷ്ണൻ ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ആ തീരുമാനം എത്തുന്നതിന് മുമ്പ്, പാലം കടക്കുന്നതിന് മുമ്പ് ഗോപികൃഷ്ണൻ എന്തിനാ മുണ്ടുയർത്തിപ്പിടിക്കുന്നത്? അവിടെ പാലം കടക്കട്ടെ. ആ പാലം, ഞാൻ ഇതിനകത്ത് ആശയപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹിന്ദുവും ഹിന്ദുത്വ രാഷ്ട്രീയവും രണ്ടും രണ്ടാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നിടത്ത് അമ്പലത്തിൽ പോകുന്നവരും എല്ലാവരും അത് ഹിന്ദുത്വവാദികളാണെന്നുള്ള നറേറ്റീവ് ഉണ്ടാക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിന് കുട പിടിച്ചു കൊടുക്കേണ്ട പണി നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ CPM-നകത്തുള്ള മുസ്ലിം പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ഞാനൊരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാം, ഞാനൊരു സംവാദത്തെ നയിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നവർ നിങ്ങളുടെ ആശയങ്ങൾ വെച്ചാണ് ഈ ചർച്ചയെ സമീപിക്കേണ്ടത്. ഞാൻ അവിടെയാണ് ചോദിക്കുന്നത്, താങ്കൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയുടെ രൂപീകരണം തൊട്ട് അതിൻ്റെ എല്ലാ സങ്കീർണതകളിലൂടെയും കടന്നുപോയി പരുവപ്പെട്ട് പാകത വന്ന് ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് താങ്കൾ പ്രതിനിധീകരിക്കുന്നത്. അവിടെ ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളെന്ന നിലയിലാണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ വ്യക്തത വേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരൊറ്റ നിമിഷം ഞാൻ വരാം. സജീവൻ തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ല, അല്ലല്ല, അത് അത്തരത്തിൽ എന്താണ് ഗോപികൃഷ്ണനെ ഞാൻ ബ്ലെയിം ചെയ്തത്? എവിടെയാ ഗോപികൃഷ്ണനെ ഞാൻ ബ്ലെയിം ചെയ്യുന്നത്? അമ്പലത്തിൽ പോകുന്നവരെയെല്ലാം ഹിന്ദുത്വവാദികളായി ചിത്രീകരിക്കുന്ന BJP-യുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെയാണ്. അതല്ലാണ്ട് അങ്ങയുടെ മതനിരപേക്ഷതയെക്കുറിച്ചോ അതല്ലെങ്കിൽ മറ്റൊന്നിനെ കുറിച്ചോ എനിക്ക് സംശയമില്ല. പക്ഷെ ആ ചോദ്യം BJP-ക്ക് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ വക്താവ് ഒരു ലാഞ്ചനയുള്ള ചോദ്യത്തിലേക്ക് കടക്കണമോ? അങ്ങനെ കോൺഗ്രസിനകത്ത് ഹിന്ദുക്കൾ, ഈശ്വര വിശ്വാസികളായ എത്രയോ ഹിന്ദുക്കളുണ്ട്. ഞാൻ പറഞ്ഞത് ശ്രീ രാജു പി നായർ, CPM-ന്റെ കാര്യത്തിൽ ഞാൻ ആശങ്ക പ്രകടിപ്പിച്ചില്ല. CPM-ന്റെ കാര്യത്തിൽ ഞാൻ ആശങ്ക പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം അറിയാമോ താങ്കൾക്ക്? നിലപാട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങളില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ ഇവിടെ VD സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അസ്വസ്ഥതയോടുകൂടി മറുപടി പറഞ്ഞത് താങ്കൾ കേട്ടോ? താങ്കൾ ഇപ്പോൾ ഞാൻ അവർക്ക് എന്തിനാണ് ഇങ്ങനെ സഹായം ചെയ്തു കൊടുക്കുന്നതൊക്കെ ചോദിച്ചല്ലോ. VD സതീശന്റെ പ്രതികരണം താങ്കൾ കേട്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ ഞാൻ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. PCR അല്ല, അതിലൊരു അസ്വസ്ഥതയില്ല. എന്താ അസ്വസ്ഥത? കേട്ടു നോക്കൂ. എന്താ അസ്വസ്ഥത? യു ജസ്റ്റ് ലിസൺ. അല്ല, ഞാൻ കേട്ടതാണല്ലോ, ഞാൻ പലതവണ കേട്ടതാണ്. This particular inauguration has been virtually converted into a state-sponsored inauguration. നമുക്ക് VD സതീശന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഞാൻ വരാം ശ്രീ രാജു പിന്നർ, ഒരു സെക്കൻഡ്. ശ്രീ എസ് സജീവൻ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്രക്സിലേക്ക് കടക്കാം. ഇപ്പോൾ ശ്രീ രാജു പി നായർ പറഞ്ഞതും ശ്രീ ശിവശങ്കർ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ.
പാർലമെന്റിനകത്ത് എന്താണ് പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ കക്ഷികളോടുള്ള ഭരണകക്ഷിയുടെ സമീപനമെന്ന് നമ്മൾ കണ്ടല്ലോ. അവിടെ MP-മാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട സംഭവമുണ്ട്. ഒരു കാര്യവും വാ തുറന്ന് സംസാരിക്കാൻ അവർക്ക് അവസരം കൊടുത്തിട്ടില്ല. പക്ഷേ വിശാല മനസ്സോടെ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ക്ഷണം ഉണ്ടായിരിക്കുന്നു. സീതാറാം യെച്ചൂരിക്ക്, സോണിയാഗാന്ധിക്ക്, മല്ലികാർജുൻ ഖാർഗെക്ക്, അതുപോലെ അധിർ രഞ്ജൻ ചൗധരിക്ക്. ഇവരെ കുഴപ്പത്തിലാക്കുകയാണോ BJPയുടെ ഉദ്ദേശം? താങ്കൾ ഈ ക്ഷണത്തെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യം അതിലേക്ക്. ഒരു സംശയമില്ല. ഇതിൽ BJP വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് ഒരു ഒറ്റ നൂലിൽ ഒരു 5-6 ചൂണ്ട ചേർത്തിട്ട് അങ്ങ് ഇട്ടിരിക്കുകയാണ്. ഇതിൽ കൊത്തിയാലും കൊത്തിയില്ലെങ്കിലും ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ CPM ഇവിടെ കൃത്യമായിട്ട് അവരുടെ നിലപാട് പറഞ്ഞു. അവർക്ക് അതുകൊണ്ട് ഉണ്ടാകാവുന്ന നഷ്ടം എന്ന് നമുക്ക് കണക്കൂട്ടാൻ അധികം ഉണ്ടാവില്ല. പക്ഷെ കോൺഗ്രസ്സിന് അതല്ല. കോൺഗ്രസ്സിന് ഇപ്പോൾ ഇവിടെ രാജു പി നായർ തന്നെ, അതിന് മുമ്പേ VD സതീശൻ തന്നെ ഏതാണ്ട് ആ ചൂണ്ടയിൽ കൊത്തി. അസ്വാസ്ഥ്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും കോൺഗ്രസ്സിന് നഷ്ടമാണ്. പങ്കെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ന്യൂനപക്ഷം കോൺഗ്രസ്സിനെ അവിശ്വസിക്കാൻ തുടങ്ങും. അതായത് BJP സംഘടിപ്പിക്കുന്ന വളരെ കൃത്യമായിട്ട്, ഞാനിവിടെ ചർച്ചയുടെ തുടക്കത്തിൽ സംശയിച്ചത് ഇവിടെ ശിവശങ്കർ ഇതിലൊരു രാഷ്ട്രീയവുമില്ല, ഞങ്ങൾ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു കാര്യം നടത്തുന്നു, ഇതിൽ രാഷ്ട്രീയ താല്പര്യമേ ഇല്ല എന്ന് പറയുന്നതിന്. പക്ഷേ ശിവശങ്കർ വളരെ വ്യക്തമായി പറഞ്ഞു ഇതിലൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായേക്കാം, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കാം ഇത് നടപ്പാക്കുന്നതെന്ന് പറഞ്ഞു. ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശിവശങ്കർ നിഷേധിച്ചിരുന്നെങ്കിൽ പോലും എനിക്കതിൽ സംശയമില്ല. BJP എന്തിനാണ് ഇങ്ങനെ ഈ സമയത്ത് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്? അതിൽ എന്തിനാണ് ഈ ആളുകളെ മുഴുവൻ ക്ഷണിച്ചിട്ടുള്ളത്? എന്നിട്ട് ഈ പറയുന്നൊരു, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവർക്കും കത്ത് കൊടുക്കും, രാമൻ ഇഷ്ടമുള്ള ആളുകൾ പങ്കെടുക്കും എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇപ്പോൾ രാമൻ ഇഷ്ടമുള്ള ആളുകളാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമായി വരുന്നത്. ഇവിടെ നേരത്തെ താങ്കൾ പറഞ്ഞു, കമൽനാഥിൻ്റെ കാര്യം പറഞ്ഞു. കമൽനാഥ് ഈ ഹനുമാൻ ചാലീസ ചൊല്ലിയ കാര്യം നമുക്കറിയാം, ഇതിന് ശിലാന്യാസ സമയത്ത്. അത് എന്നിട്ട് എന്താ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? അവിടെ BJP ശരിയായ കാവ്യ വസ്ത്രം അണിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരു നരച്ച കാവ്യം എടുത്തുകൊണ്ടൊന്നും ആളുകൾ പിന്നാലെ കൂടില്ല. കോൺഗ്രസ് അവിടെ കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ ചേരുന്നത് നരച്ച കാവ്യം എടുത്ത് നിൽക്കുകയായിരുന്നു. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഇനി അങ്ങനെ പോകുമ്പോൾ ന്യൂനപക്ഷം കൂടെ നിൽക്കുമോ? അത് കോൺഗ്രസ് നഷ്ടമായിരിക്കും. BJP കുറേ കൂടി ശക്തമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാക്കാൻ പറ്റും. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞില്ലേ 37 അവർക്ക് BJPക്ക് മാത്രം ഉണ്ടായിരുന്നത്. ആ 37% വോട്ട് ഷെയർ കഴിഞ്ഞ ദിവസം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. BJPയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ച കാര്യം, ഉന്നത നേതൃത്വം തീരുമാനിച്ച കാര്യം 50+ ആക്കി മാറ്റണം ഈ അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നാണ്. അതായത് 37 നിന്നും 50+ ആക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു തമാശയ്ക്ക് ആണെന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നില്ല. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള നീക്കമാണ്. അതിനവർ കൃത്യമായിട്ട് ആയുധമാക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 3 ബില്ലുകൾ. IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇത് 3ഉം ഒഴിവാക്കിയിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചർച്ച പോലും മര്യാദയ്ക്ക് നടത്താൻ അനുവദിക്കാതെ ഏതാണ്ട് പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തിൽ ഏതാണ്ട് മുഴുവൻ ആളുകളെ എന്നുള്ള രീതിയിൽ അവർ പുറത്താക്കിയിട്ടാണ് അവർ ചെയ്തത്. അവിടെ തങ്ങളുടെ ശക്തി മുഷ്ടി കൃത്യമായിട്ട് BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി കാണിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ ഉദാരത കാണിക്കണമെങ്കിൽ അത് വെറുതെ ഒന്നും ആയിരിക്കില്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള ചൂണ്ടയാണ്. ഇതിൽ പങ്കെടുക്കുക എന്ന രീതിയിൽ കോൺഗ്രസ് കൊത്തിയാലും പങ്കെടുക്കില്ല എന്ന രീതിയിൽ കൊത്തിയാലും രണ്ടും നഷ്ടം വരാമെന്ന് കോൺഗ്രസിനാണ്. അതുകൊണ്ട് ഇപ്പോൾ രാജു പി നായരൊക്കെ പോലെ ഞങ്ങളിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ നേരത്തെ നെഹ്റു എടുത്ത തീരുമാനം, നെഹ്റു എടുത്തിരുന്ന നിലപാട് അത് നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാജേന്ദ്രപ്രസാദ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഉടനെ തന്നെ രാജേന്ദ്രപ്രസാദ് ഇതേപോലെ ഈ ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നോ എന്ന് വിലക്കിയ ആളാണ് നെഹ്റു. അത് കാരണം ഭരണാധികാരികൾ ഒരിക്കൽ പോലും ഇത്തരം ഇടപാടുകളിൽ പോകാൻ പറ്റില്ല. നെഹ്റുവിൻ്റെ ആശയം പിന്നീടൊന്നും പിന്തുടർന്നിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇത്തരത്തിലൊക്കെ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ അതേ നിലപാടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എത്ര സ്ഥലങ്ങളിൽ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ കിട്ടും?
അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെ ഹിന്ദുത്വ ബോധമുള്ള ആളുകളുടെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്യും. ഇതൊരു വലിയ പ്രശ്നമാണ്. കോൺഗ്രസ് വളരെ ഇത് തീരുമാനിക്കാത്തതിന് കാരണം കോൺഗ്രസ്സിന് അറിയത് വലിയ കുരുക്കാണെന്നുള്ള കാര്യം. നേരത്തെ നമുക്കറിയാമല്ലോ, BJP ഇവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിനെ കൊടി വെച്ചുകൊണ്ട് അതിൻ്റെ പ്രചരണം നടത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി തന്നെ അമേഠിയിൽ തോറ്റുപോയത്. ഉത്തരേന്ത്യയിൽ വലിയൊരു ഒരു പരാജയത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്നതാണ്. അപ്പോൾ ഇപ്പോൾ അതിനേക്കാൾ വലിയ പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ അതിനെപ്പോലുള്ള ഒരു കുരുക്കാണുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ ഇപ്പോൾ സതീശൻ ഈ തപ്പിത്തടഞ്ഞ് കളിച്ചത് നമ്മൾ കണ്ടാണ്. അത് കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞാലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ അബദ്ധമാകും. അത് തന്നെയാണ് ഇപ്പോൾ രാജു പി നായരും പറയുന്നത്. അത് കാരണം അവർക്ക് മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ ജനുവരി 22 ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും അതുണ്ടാക്കുന്ന ഒരു തിരിച്ചടിയുണ്ട്. ഇവർ കൃത്യമായിട്ട് ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ കൂലങ്കുഷമായിട്ട് ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അത് എത്രയും പെട്ടെന്ന് തീരുമാനിച്ചില്ലെങ്കിൽ രണ്ടായാലും ഉണ്ടാകുന്ന തിരിച്ചടിയിൽ താരതമ്യേന പരുക്ക് കുറഞ്ഞ ഒന്നിലേക്ക് പോകാൻ അവർക്ക് കഴിയും. അല്ലാണ്ട് ജനുവരി 22 സജീവൻ സാർ, അതായത് ഇപ്പോൾ രാജു പി നായർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ മതേതര ഇന്ത്യ ആഗ്രഹിച്ചത് എന്താണ്? രാമക്ഷേത്ര നിർമ്മാണം നടക്കുന്നു, അതോടൊപ്പം തന്നെ ഈ ധനിപൂരിലുള്ള മസ്ജിദിന്റെ നിർമ്മാണവും നടക്കുന്നു ഒരുപോലെ. അവിടെ രണ്ട് സ്ഥലത്തും ഒരുപോലെ ഇത് പരിഗണിക്കപ്പെടുന്നു എന്ന സന്ദേശമാണ് ജനാധിപത്യ അല്ലെങ്കിൽ മതേതര ഇന്ത്യക്ക് നൽകേണ്ടിയിരുന്നത്. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ കോൺഗ്രസിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു നിലപാട്, അവർക്ക് മസ്ജിദ് വരാൻ പോകുന്ന ആ പ്രദേശവും സന്ദർശിക്കാം, ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ അവിടെയും സന്ദർശിക്കാം. അങ്ങനെ ആ സന്ദേശം വേണമെങ്കിൽ കോൺഗ്രസിന് നൽകാം. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അതിലൊരു സ്ട്രാറ്റജി പോലും ആലോചിച്ചിട്ടില്ല എന്നാണ്. തീർച്ചയായിട്ടും അവർക്കത് അല്ല. അങ്ങനെ അവരിപ്പം മസ്ജിദിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, മസ്ജിദിനുള്ള സ്ഥലം ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, മസ്ജിദിനുള്ള സ്ഥലം വിട്ടുകൊടുത്തു എന്നുള്ളതല്ലാതെ അവിടെ നിർമ്മാണത്തിനുള്ള അനുമതി ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അതിന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുമില്ല. കോൺഗ്രസ് ആ ഒരു ആവശ്യം ഇപ്പോൾ ഇതുവരെ ഉയർത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മസ്ജിദിൻ്റെ കാര്യത്തിൽ അവർക്ക് ഉദാസീനത ഉണ്ട്. പിന്നെ ഇത് ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് രാമജന്മഭൂമി നേരത്തെ ഉണ്ടായിരുന്ന ബാബരി മസ്ജിദ് തകർത്തിട്ടാണല്ലോ അവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പേ ഈ പ്രശ്നം വരുന്നത് ഈ BJP അല്ലെങ്കിൽ അയോധ്യയിലേക്കുള്ള ഈ അദ്വാനിയുടെ രഥയാത്രയുടെ കാലഘട്ടത്തിൽ മുതലല്ലല്ലോ. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഉള്ളതാണ്. അന്ന് മുതലേ വേണമെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയി തർക്കം തീർക്കാൻ കോൺഗ്രസ്സിന് പറ്റുമായിരുന്നു. അത് പറ്റിയില്ല. ഇപ്പോൾ പറയുന്ന പോലെ രണ്ടും അടുത്തടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും അടുത്തടുത്ത് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടേ ഇല്ല. മാത്രമല്ല ഈ രാംലല്ല അകത്ത് വെച്ചിട്ടുള്ളത് ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്താണ്. ഈ പൊളിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്താണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഒരേപോലെ വന്ന് സ്നേഹത്തിൻ്റെ രണ്ട് ഭവനങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള നിലപാടിലേക്ക് പോയിട്ടില്ല. അവർ പോവാൻ വൈകിക്കുന്നിടത്തോളം കാലം അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ശ്രീ രാജു പി നായർ, ഇപ്പം ഞാൻ ഈ BJPക്ക് എന്തോ ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ നിലപാട് സുശക്തമായി വരണമെന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ എ സജീവനെ പോലുള്ള മാധ്യമപ്രവർത്തകർ, മുതിർന്ന ആളുകൾ പറയുന്നത്. സജീവൻ സാർ, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? താങ്കൾക്ക് തിരുത്താൻ കേട്ടോ. എനിക്കൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ശരിയാണ്. അല്ല ഇത് താങ്കൾ പറഞ്ഞ ഗോപീഷൻ പറഞ്ഞത് ശരിയാണ്. കാരണം ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും അവരുടെ ദേശീയ നേതൃത്വം VD സതീശൻ എന്നാ പറഞ്ഞില്ല, ഞാനല്ലല്ലോ പറയേണ്ടത്. ദേശീയ നേതൃത്വത്തിന് ഇതിൽ ഒരു നിലപാടെടുക്കണ്ടേ? സോണിയാഗാന്ധിക്കോ ഇനിപ്പോണ്ട് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹം പറയണ്ടേ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കും, അല്ലെങ്കിൽ ഞങ്ങളിലെ വിശ്വാസികൾ മാത്രം പങ്കെടുക്കും എന്ന് പറയണ്ടേ, അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന് ഇതൊന്നും പറയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രശ്നം. കാണേണ്ടത് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിൽ നല്ലൊരു ശതമാനം ഇന്ത്യയിലെങ്ങും കേരളത്തിൽ ഉൾപ്പെടെ ഉള്ളത് ന്യൂനപക്ഷ വോട്ടുകളാണ്. ആ ന്യൂനപക്ഷ വോട്ടുകൾക്ക് കോൺഗ്രസിൻ്റെ നിലപാടിൽ, ഉറച്ച നിലപാടില്ലായ്മയിൽ വിശ്വാസം ഉണ്ടാകുമോ? അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നിയില്ല. രാജു പി നായർ ഗോപീഷിനെ കുറിച്ച് നിങ്ങൾ BJPക്ക് കുഴലൂത്ത് നടത്തുകയാണെന്നുള്ള രീതി ആ വാക്കല്ല ഉപയോഗിച്ച് ആ രൂപത്തിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ശത്രുക്കളെ ഉണ്ടാക്കുകയാണോ? ഒരിക്കൽ പോലും ഗോപികൃഷ്ണൻ ഇവിടെ ശിവശങ്കർ പറഞ്ഞതിനെ അനുകൂലിച്ചിട്ടല്ല. ഞാനതിൻ്റെ ശരിക്കും ഇതിൻ്റെ വിഷ്വൽസ് കാണാത്തതുകൊണ്ടാണ്. ശിവശങ്കർ ഇതൊക്കെ കേൾക്കുമ്പോൾ ഊറിച്ചിരിക്കാനാണ് സാധ്യത. കാരണം അവരൊക്കെ അവരുടെ ചൂണ്ടയിൽ ഇങ്ങനെ മീൻ കൊത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ VD സതീശൻ കൊത്തി, ഇപ്പോൾ രാജു പി കൊത്തി, ഇനി ഇങ്ങനെ ഓരോരുത്തർ കൊത്തും.
അതേ സമയത്ത് ഈ പ്രശ്നം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അപ്പുറത്താണ്, നിങ്ങൾ അവരെ സഹായിക്കുകയാണ് എന്ന രൂപത്തിൽ പറയുന്നത് തന്നെയാണ് തെറ്റ്. ഇതൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയമാണ്. 2024 തെരഞ്ഞെടുപ്പിലേക്ക് അധികമില്ല. അതിനിടയിൽ തീരുമാനങ്ങൾ ദ്രുതഗതിയിലെടുക്കേണ്ടതാണ്. അത് എടുക്കായ്മ ഈ പ്രശ്നത്തിൽ BJPയുടെ ഏറ്റവും വലിയ ആയുധം ഇതാണ്. അവർ നേരത്തെ കരുതി വെച്ച ഇതാണ്. ഈ ആയുധം മുൻപിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കും, അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറും എന്നുള്ളതാണല്ലോ വേണ്ടത്. അത് ഇതുവരെ നിങ്ങൾ ദേശീയ നേതൃത്വം എടുത്തിട്ടില്ല. അതിൻ്റെ ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, VD സതീശൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് വായിക്കാൻ പറ്റിയത് ഈ ദേശീയ നേതൃത്വത്തിൻ്റെ ഈ ഉറപ്പില്ലായ്മ, അതിൻ്റെ ഒരു നട്ടലില്ലായ്മ ഉണ്ടല്ലോ, അതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, ഏതായാലും ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നു. ശ്രീ ശിവശങ്കർ, അതോടൊപ്പം തന്നെ ശ്രീ രാജു പി നായർ, രണ്ടുപേരിലേക്കും ഞാൻ വരും. VD സതീശന് പ്രതികരണം ഒന്ന് കേട്ട ശേഷം ഇടവേള. അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിക്കും. അല്ലല്ല, അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ചിട്ടുള്ള എനിക്കറിയില്ല, എനിക്കറിയില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അത് ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല. അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ശ്രീ ശിവശങ്കർ, 1990 അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ നയിച്ച രഥയാത്രയിൽ ഉയർത്തപ്പെട്ടതാണ് രാമക്ഷേത്ര നിർമ്മാണം എന്ന നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്ലോഗൻ. ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ വാഗ്ദാനം പോലെ തന്നെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതൊരു BJP പ്രൊജക്റ്റ് അല്ലേ? ഇതെങ്ങനെയാണ് ഒരു നാഷണൽ പ്രൊജക്റ്റ് ആകുന്നത്? എവിടെയാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഒരു ഇടപെടൽ ആവശ്യമാകുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ? രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിത് അങ്ങയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്ന്, ഈ രാമജന്മഭൂമി ക്ഷേത്രം അതിൻ്റെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് പൊളിക്കുന്നതോ എന്നും അതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് സജീവൻ പറയുന്നത് പോലെയും ഇത് 1992 തുടങ്ങുന്ന ചരിത്രമല്ല. ഇത് 11ാം നൂറ്റാണ്ടിൽ തൊട്ട് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അത് 16ാം നൂറ്റാണ്ടിൽ പൊളിക്കപ്പെട്ടു എന്നുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് ചരിത്രത്തെ തുടങ്ങേണ്ടത് സജീവൻ ആരംഭിക്കുമ്പോൾ, സജീവന് ആഗ്രഹമുള്ളപ്പോൾ അല്ലെങ്കിൽ ഗോപികൃഷ്ണന് താല്പര്യമുള്ളപ്പോൾ തുടങ്ങേണ്ട ചരിത്രമല്ല എന്ന് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അത് രാമജന്മഭൂമി ക്ഷേത്രം തുടങ്ങുന്നത് അത് ഒരു പൊളിറ്റിക്കൽ പ്രശ്നമായിട്ട് മാത്രമല്ല, അത് അദ്വാനിജിയുടെയൊക്കെ കാലഘട്ടത്തിന് എത്രയോ മുമ്പ് തന്നെ 500 വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരമായി ഒരു ജനത യുദ്ധം ചെയ്ത ചരിത്രം, അതിനുവേണ്ടി സമരം ചെയ്തതും കേസ് കൊടുത്തതൊക്കെ ബിജെപിയായിട്ട് ബന്ധമുള്ള ആൾക്കാർ പോലെയല്ല. അത്തരത്തിലുള്ള ചരിത്രമുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക് അവിടെ കടക്കുന്നില്ല, അതെല്ലാം നിങ്ങൾ ചിന്തിക്കട്ടെ. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ രാഷ്ട്രീയമായിട്ട് ഈ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വളരെ വളരെ ഇടുങ്ങിയ പാതയിലേക്ക് നിങ്ങൾ പോകുന്നത്. ഇതിന് മറ്റൊരു രീതി കൂടിയുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ BJPയെ അത്തരത്തിലുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി പറയുകയാണ് CPMന് ഒരു കൃത്യമായ നിലപാടുണ്ടെന്ന്. പക്ഷെ CPMന്റെ കൃത്യമായ നിലപാട് നമുക്കറിയാം. വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരിയിൽ ആരംഭിക്കുമ്പോൾ ഈ ഇന്ത്യയിലെ ആ വിവേകാനന്ദ കേന്ദ്രത്തിന് ₹1 പോലും കൊടുക്കാത്ത ഒരേ ഒരു സ്റ്റേറ്റ് EMS നമ്പൂതിരിപ്പാടിന്റെ ഭരണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരായിരുന്നു. പക്ഷേ ഇന്ന് അത് അംഗീകരിക്കുന്നുണ്ടോ? വിവേകാനന്ദനെ നിരന്തരം DYFIയുടെ ഭാഗമായി പോലും ഉയർത്തിക്കാട്ടുന്ന ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവേകാനന്ദ കേന്ദ്രത്തിന് ₹1 ഒന്നും കൊടുത്തില്ല എന്നുള്ള ചരിത്രവും കൃത്യതയുമെല്ലാം നിങ്ങൾ നിരന്തരം മറക്കും. അതുപോലെ തന്നെ VD സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വെച്ചു നോക്കൂ. കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ എന്തായാലും ആരും പോകുന്നില്ല എന്ന്. കൃത്യമായി അവസാനം എന്തായാലും ഞാൻ കേട്ടിട്ടില്ല. അത് ഇദ്ദേഹം പറഞ്ഞതുപോലെ പറയുന്നത് ഇവിടെ ഏതായാലും ആരും പോകുന്നില്ല. അപ്പൊ രാജു പി നായർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം ഇത് ചർച്ച ചെയ്തിട്ടാണോ? VD സതീശൻ പറയുന്നുണ്ടല്ലോ ഇവിടെ ആരും പോകുന്നില്ല, അത് കോൺഗ്രസിന്റെ തീരുമാനമാണോ? രാജു പി നായർ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? രാജു പി നായർ ശ്രീരാമ ഭക്തനാണോ? അദ്ദേഹം ഹിന്ദു ഭക്തനാണോ? അദ്ദേഹത്തിന് പോകാൻ ആഗ്രഹമുണ്ടോ? VD സതീശൻ പറഞ്ഞ കാരണം BJP പ്രൊജക്ട് എങ്ങനെയാണ് നാഷണൽ പ്രൊജക്ട് ആയതെന്നാണല്ലോ ഇതെല്ലാം അങ്ങ് രാജു അങ്ങയുടെ ചോദ്യമല്ല, അങ്ങ് ചോദിക്കേണ്ടത് ഇതായിരുന്നു. എന്നോട് മാത്രമേ ചോദിക്കുള്ളൂ, എനിക്കറിയാം. അപ്പോ ഇത് സോമനാഥ ക്ഷേത്രം മുതൽ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമാണ്. നിരന്തരം അവരെങ്ങനെയാണോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് നിരന്തരം ശ്രമിക്കുന്നത്. നെഹ്റുവിന്റെ കാലഘട്ടത്തിലൊക്കെ അത്തരത്തിലുള്ള ഭാരതത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയം, ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ ശ്രീ ശിവശങ്കർ, ഭാരതത്തിന്റെ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ താങ്കൾ പറയുന്ന ഈ ആശയത്തിന്റെ ഈ സംസ്കാരത്തിന്റെ ഒക്കെ ചരിത്രത്തെ കുറിച്ച് അറിയുന്നവരെ താങ്കൾ പരിഹസിക്കരുത് ദയവായി ശ്രീ ശിവശങ്കർ.
നമ്മളെല്ലാം തന്നെ അത് പഠിക്കുകയും ആ ചരിത്രബോധം ഉള്ളിൽ കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആരെയും ആളുകളാണ്. പരിഹസിച്ചില്ല. ഹിന്ദു ധർമ്മ സംരക്ഷണം എന്നത് BJPക്ക് തീരെഴുതി തന്നിട്ടില്ല ഈ രാജ്യം. ഞാൻ അതേ ചരിത്രബോധം ഒരിക്കലുമില്ല. നിങ്ങളും കൂടെ ഏറ്റെടുക്കുന്നല്ലേ പറയണേ. ഈ രാമജന്മഭൂമി ട്രസ്റ്റ് പറയുന്നത് ദേ ആർ ഇൻവൈറ്റിംഗ്. നരേന്ദ്രമോദി പങ്കെടുക്കുന്നു, നിങ്ങളും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കട്ടെ. സോ ദേ ആർ ഇൻവൈറ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ ഭരണകൂട ഒരു ഭാഗമല്ല, അതൊരു ട്രസ്റ്റി. പരാശരൻ അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ 12 ക്ഷേത്ര മഠങ്ങളുടെ മഠാധിപതിമാരുള്ള ഒരു ട്രസ്റ്റിന്റെ ഭാഗമായി ക്ഷണിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് മാത്രം തരണ്ട. പ്രാൺ പ്രതിഷ്ഠ നടത്തേണ്ടത് ആ ദിവസം അതിന് നേതൃത്വം കൊടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണോ ശ്രീ ശിവശങ്കർ? അത് നിശ്ചയിക്കേണ്ടത് ട്രസ്റ്റ് അല്ലേ ഗോപികൃഷ്ണൻ? നമ്മൾ അതിലും എന്തിനാ ഇടപെടുന്നത്? ചാനൽ ചർച്ചയിൽ ഇരുന്ന് നിശ്ചയിക്കാനുള്ളതാണോ ഒരു പരമമായ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുകൾ? ശ്രീ ശിവശങ്കർ, അവിടെ താങ്കൾ എന്തിനാണ് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത്? ചാനൽ ചർച്ചയിൽ നിന്ന് നിശ്ചയിക്കാനെന്നല്ലോ ഞാൻ പറഞ്ഞത്. എല്ലാവരുടെ അവകാശത്തിലേക്ക് ഇത്ര ഇടപെടുന്നത് എന്തിനാണ്? വൈ യു ട്വിസ്റ്റ് ദ ഫാക്ട്സ്? ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞു, അല്ലല്ല താങ്കൾ പറഞ്ഞു, 1 മിനിറ്റ്, താങ്കൾ പറഞ്ഞത് ഇത്. ഞാൻ എന്റെ ചോദ്യം വളരെ കൃത്യമായിരുന്നു. 1990 ഇത് ഇന്ത്യയുടെ സംവാദ മണ്ഡലത്തിലേക്ക് ഉയർത്തി ഇതൊരു പൊളിറ്റിക്കൽ സ്ലോഗനായി കൊണ്ടുവന്ന് LK അഡ്വാനി, മുരളി മനോഹർ ജോഷിയും അവർ ക്ഷണിക്കപ്പെട്ടോ എന്നുള്ള കാര്യം പോട്ടെ, മാർഗദർശക് മണ്ഡലത്തിൽ അവർ ഇരിക്കുന്നു പോട്ടെ. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം അതേ അല്ല. താങ്കൾ അവിടെ ട്വിസ്റ്റ് ചെയ്തു. താങ്കൾ അവിടെ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചതിൽ എന്തോ വലിയ ചോദ്യം ഉന്നയിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് ഇതൊരു നാഷണൽ പ്രോജക്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഈ സെക്യുലാർ ഇന്ത്യയിൽ ഈ നാഷണൽ പ്രോജക്റ്റ് കൊണ്ടുവരുന്നതിന്റെ സാങ്കത്യം എന്താണ്? ഇത് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വെപ്പണാണ്, നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇതിലൂടെ നടപ്പാക്കപ്പെടുന്നതെന്ന് 90 മുതലുള്ള BJPയുടെ വളർച്ചയും ആ ചരിത്രവും വെച്ച് നിങ്ങളെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയാണ്. അതിന് നിങ്ങൾ മറുപടി പറയണ്ടേ? ഈ മറുപടികളും ചോദ്യങ്ങളും എല്ലാം സുപ്രീം കോടതി കൃത്യമായി അവസരത്തിൽ ചോദിക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്തിട്ടാണല്ലോ ഈ ട്രസ്റ്റ് രൂപീകരിച്ചതും ഇത് ക്ഷണനപത്രയൊക്കെ വന്നതും. മാത്രവുമല്ല, ഇത് BJPയുടെ അധികാരത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ചിന്തയൊക്കെ എത്രയോ മുൻപ് തന്നെ 76-77 കാലഘട്ടത്തിൽ അവിടെ എസ്കലവേഷൻ നടന്നപ്പോൾ, ഖനനം നടന്നപ്പോൾ, ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്താ പദ്ധതികൾ ഉണ്ടായില്ല? അന്നും ഈ പറഞ്ഞ ASI എല്ലാം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ പറയുന്നത്. സുപ്രീം കോടതി തീർപ്പ് പറഞ്ഞ ഒരു കേസിനെ കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇതിന്റെ പൊളിറ്റിക്കൽ മോട്ടീവ് എന്താണെന്നല്ലേ, ആ ആക്ഷേപത്തെ കുറിച്ചല്ലേ, ആരോപണത്തെ കുറിച്ചല്ലേ. ട്രസ്റ്റും ഈ പറയുന്ന പിന്നെ ഒരു എതിർ പ്രതിപക്ഷ കക്ഷികൾക്ക് എന്ത് ആരോപണം, എന്ത് ആക്ഷേപമാണ് ഉന്നയിക്കാൻ സാധിക്കാത്തത്? അവർ നിരന്തരം ഇത്തരമുള്ള ആക്ഷേപം ഉന്നയിക്കും. അതിന് ജനങ്ങൾ നൽകുന്ന ഉത്തരമാണ് ഏറ്റവും പ്രധാനം. അതൊരു സംശയമില്ല. രണ്ട്, ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിൽ ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഞാൻ രാജു പി നായരോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും കൂടി നൽകിയാൽ സന്തോഷം. ശ്രീ രാജു പി നായർ, താങ്കളുടെ മറുപടി എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? അല്ലല്ല, ശിവശങ്കർ ചോദിച്ച ചോദ്യം VD സതീശൻ പറഞ്ഞു ഇവിടെ നിന്ന് ആരും ഏതായാലും പോകില്ല എന്ന്. അദ്ദേഹം ചോദിക്കുന്നത് താങ്കൾ ഇവിടെ നിന്ന് പോകുമോ എന്നാണ്. അല്ല, ഞാനൊരു ഈശ്വരവിശ്വാസിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന ചോദ്യം ഉയർക്കുന്നു പോലുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ശരി, വ്യക്തിപരമായി ക്ലിയർ അല്ലേ? ഇനി ശിവശങ്കർ ഇവിടെ ശ്രീ ശിവശങ്കർ ഇത് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ക്ഷണന പത്രിക കൊടുത്തിട്ടുള്ളതാണ്. ക്ഷണനം എന്ന് വെച്ചാൽ വധം എന്നാണ് അർത്ഥം, കൊലപാതകം എന്നൊക്കെയാണ് അർത്ഥം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ BJP ഈ രാഷ്ട്രീയം പയറ്റി കുറെ പേരെ ക്ഷണനം ചെയ്തു. അല്ല, അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി വിധി BJPയുടെ നിയന്ത്രണത്തിന്റെ ഭാഗമായെന്ന് പറഞ്ഞു. അത് സുപ്രീം കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. അങ്ങേക്ക് അത് മനസ്സിലായി കാണും. സുപ്രീം കോടതി വിധി ഉണ്ടായത് BJPയുടെ നിർബന്ധത്തിന് മുൻകെന്ന് ആദ്യത്തെ പല അഡ്വക്കേറ്റുമാരും ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറ്റ്സ് എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അറ്റ്ലീസ്റ്റ് യു അല്ല നിവർത്തിയൊന്നുമില്ലല്ലോ. അത് കേസെടുത്താൽ ഞാൻ നേരിട്ടോളാം. അത് അല്ലാണ്ട് വേറെ നിവർത്തിയില്ല രാജു, മനസ്സിലായില്ലേ? അത് കേസെടുത്താൽ ഞാൻ നേരിട്ടോളാം. അല്ലാണ്ട് വേറെ ഓടി വിളിക്കാൻ പറ്റുമോ? ശരി, ഞാൻ നേരിട്ടോളാം. പിന്നെ നിക്കട്ടെ ശ്രീ ശിവശങ്കരൻ, അപ്പൊ അങ്ങ് ഉദ്ദേശിച്ച ക്ഷണനം ഈ രാജ്യത്തിന്റെ മതേതരത്തെ കൊലപാതകം ചെയ്യുന്ന ക്ഷണനമാണ്. അത് മുന്നോട്ട് പോകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾ മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം.
അല്ല, ഈ അങ്ങനെയെങ്കിൽ അങ്ങ് നീതിപൂർവകമല്ലാത്തൊരു പോകരുത്. അല്ല, വിധി, അങ്ങനെയാണെങ്കിൽ ഞാൻ സതീശന്റെ ആവർത്തിക്കുകയാണ്, ഭാഗത്തോട് പോകരുത് എന്നുള്ള നീതിപൂർവകമല്ലാത്തൊരു വാദമാണ് വിധി. അങ്ങ് ഉദ്ദേശിക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരൻ പോകരുത് എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്. ഗോപീഷ്ണൻ അദ്ദേഹം പറഞ്ഞപ്പോഴെല്ലാം ഞാൻ അല്ല, അപ്പൊ കോൺഗ്രസ്സുകാർ പോകരുത് എന്തിനാണ് അദ്ദേഹം എന്നാണ് ഇത്ര വലിയ അല്ല, അദ്ദേഹം ഒന്ന് അസ്വസ്ഥത മറുപടി- കാണിക്കുന്നത്? അല്ല, അദ്ദേഹം അല്ലെങ്കിൽ അങ്ങയുടെ വ്യാകരണ പിശക് കണ്ടുപിടിച്ചതിനാണോ? അത് വ്യാകരണ പിശകാണ്. അതല്ല ശ്രീ ശിവശങ്കർ, താങ്കൾ ചോദിച്ചത് അദ്ദേഹം പോകുമോ എന്നാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് അദ്ദേഹം പോകില്ല. അദ്ദേഹത്തിന് ഇൻ പേഴ്സൺ അദ്ദേഹം മറുപടി പറഞ്ഞതാണ്. ഇനി ശ്രീ രാജു പി നായർ താങ്കളുടെ ഈ പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ്സിന് മറുപടി പറയട്ടെ. അല്ല, അതുകൊണ്ടാണോ? ഞാൻ പറയട്ടെ, അതെ, ഞാൻ പറയട്ടെ. അപ്പോൾ അതിനകത്ത് നീതിപൂർവകമല്ലാത്ത ഒരു വിധി ഉണ്ടായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നീതിപൂർവകമല്ലാത്ത ഒരു വിധി ഉണ്ടായപ്പോഴും ഒരു എതിർപ്പും അല്ലെങ്കിൽ ഒരു കലാപവും ഒരു പ്രശ്നവും ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കാതിരിക്കാൻ വേണ്ടി ഒരു ത്യാഗം ചെയ്ത സമുദായമാണ് മുസ്ലിം സമുദായം അപ്പുറത്ത് നിൽക്കുന്നത്, ഇല്ലേ? ഈ രാജ്യത്ത് ഒരു കല്ലെടുത്തെറിയാൻ പോലും ആരും തയ്യാറായില്ല. ആ വിധി വന്നപ്പോൾ അല്ല, ഇദ്ദേഹം എന്താ ഇപ്പൊ മിണ്ടാതിരിക്കാൻ പറയുന്നത്? അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയും അദ്ദേഹത്തോട്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി വിധി വന്നിട്ട് ശബരിമലയിൽ നിങ്ങൾ കല്ലെടുത്തോണ്ട് ഇറങ്ങിയല്ലോ, ഇല്ലേ? സുപ്രീം കോടതി വിധി വന്നപ്പോൾ നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുകയാണോ ചെയ്തത്? ശബരിമലയിൽ എന്താ ചെയ്തത്? വെറുതെ ഇരട്ടത്താപ്പ് നിങ്ങൾ ഇങ്ങനെ തുറന്നു കാണിക്കല്ലേ? നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ അതിനകത്ത് ഉണ്ടായ സംഭവത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന സുപ്രീം കോടതി വിധി അങ്ങേക്ക് താല്പര്യമില്ല. അല്ല, ഗോപീഷ്ണൻ ശരിയല്ല. ഞാനിത് അനാവശ്യമായ ഒരു തർക്കത്തിലേക്ക് പോകണ്ട. കാരണം ഇത് വലിയ കോംപ്ലക്സ് ഇഷ്യൂ ആണ്. അത് ജനങ്ങൾക്ക് പറയാനുള്ള പോയിന്റ് വ്യക്തമായിട്ട് പറയുക എന്നുള്ളതാണ് ഞാൻ നിലപാടെടുത്തത്. അത് അനാവശ്യമായിട്ട് ശിവശങ്കരൻ എന്തിനാണ് ഇത്രമാത്രം പ്രകോപിക്കപ്പെടുന്നത് എനിക്കറിയില്ല. അപ്പോൾ അത് നീതിപൂർവകമല്ലാത്തൊരു വിധി ഉണ്ടായിട്ടും ആ വിധിയുടെ പേരിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായം, ന്യൂനപക്ഷ സമുദായം ഒരു കലാപത്തിലേക്കും പോയില്ല. അവർ ഈ രാജ്യത്ത് മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാരണം ഇവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ്. ഹിംസാത്മകമായ വില്ലുകുളച്ച് നിൽക്കുന്ന രാമൻ ഇവരുപയോഗിക്കുന്നത് ഈ രാജ്യത്ത് അപരമത വിദ്വേഷം ഉണ്ടാക്കാനാണ്, ഈ രാജ്യത്തിന്റെ ഏകത്വത്തെ നശിപ്പിക്കാനാണ്, ഇവിടെ നിന്ന് ഒരു മതന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ജനാധിപത്യ ബോധവും ഉള്ള ആ സമുദായം ഇവർക്കെതിരെ ഒന്നും അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഇരുന്നു. ഞാൻ സജീവനോട് പറഞ്ഞ ആർഗ്യുമെന്റ് അവിടെയാണ് ചേർത്ത് വെക്കുന്നത്. സജീവൻ മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നുള്ള ആശയപരമായ നിലപാടുണ്ടെങ്കിൽ ആ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് നഷ്ടപ്പെടും എന്നുള്ള വാദം ഉന്നയിക്കുന്നത് തന്നെ അസംബന്ധമാണ്. ആ സമുദായം ഇത് വളരെ കൃത്യമായിട്ട് 5 കിലോമീറ്റർക്ക് അപ്പുറം 25 ഏക്കർ ഭൂമി എന്ന് പറയുന്ന ഒരു 25 ഏക്കറാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ 5 ഏക്കർ ഭൂമി 5 ഏക്കർ ഭൂമി എന്നുള്ള ഒരു നീതിയുമില്ലാത്ത അപമാനിക്കുന്ന അപഹസിക്കുന്ന ആ വിധിയെ അംഗീകരിച്ചു പോലും അവര് അതിലേക്ക് ഒതുങ്ങിയപ്പോൾ അവിടെ ആ ത്യാഗ മനോഭാവം കാണിച്ചവർ ഇനി ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വെള്ളമൊഴിക്കുന്ന നിലപാടെടുക്കും എന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കും? ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ദൈവവിശ്വാസം മറ്റൊന്നാണ്. ദൈവവിശ്വാസം നിൽക്കുന്നിടത്ത് ഈ രാജ്യത്ത് ഈ ഉള്ള ആൾക്കാർ, ദൈവവിശ്വാസമുള്ളവർ, രാമനിൽ വിശ്വസിക്കുന്നവർ, രാമക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നവർ, അവർക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ആ സ്വാതന്ത്ര്യം നൽകുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുന്ന BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഒരു ഹിന്ദുവല്ലാത്ത ഹിന്ദുവിനെ നേരെ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ നരേന്ദ്രമോദി ഈ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ രാഷ്ട്രീയം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ തറവാട്ടിൽ തലതിരിഞ്ഞൊരു കാർന്നവരുണ്ട് എന്നുള്ളത് കൊണ്ട് തറവാട്ടിൽ കയറാതിരിക്കണം എന്ന് പറയുന്ന ലോജിക്ക് അത് മതവിശ്വാസികളോട് എടുക്കരുത്. അത് ശിവശങ്കർ, താങ്കൾ നേരത്തെ കൈ ഉയർത്തിയത് 1 മിനിറ്റിൽ മറുപടി, അത്രയും സമയമുള്ളൂ, അതുകൊണ്ടാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാജു പി നായർ പറയുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമാണോ സംശയമുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധി സേസ് ദാറ്റ് ഗാന്ധി സേസ് ലോർഡ് രാമ ബിലോങ്സ് ടു എവരിബഡി എന്നുള്ള ഒരുപാടുണ്ട്. 2, ആയുധമേന്തിയ ശ്രീരാമൻ അപരമത വിദ്വേഷിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ ഈ പറയുന്ന രാജുവിന് ധൈര്യമുണ്ടോ? അപ്പോ ആയുധമേന്തിയ മറ്റു മത ആൾക്കാരൊക്കെ അങ്ങനെയാണോ? ആയുധമേന്തി എന്നുള്ളത് കൊണ്ട് മറ്റു മതങ്ങളെ ദ്രോഹിക്കുന്നു എന്നാണോ? അപ്പൊ ഇതെല്ലാം രാമന്റെ സങ്കല്പം അതല്ല. രാമന്റെ സങ്കല്പം അതല്ല. രാമന്റെ സങ്കല്പം നീതിബോധമാണ്. നീതിബോധം എന്ന രാമന്റെ സങ്കല്പത്തെ രാമന്റെ സങ്കല്പം എന്താണെന്ന് മതവിശ്വാസിയല്ലാത്ത അങ്ങാണോ വിശ്വസിക്കുന്നത്? രാജു,
മതവിശ്വാസിയല്ലാത്ത ഹിന്ദു മതവിശ്വാസിയല്ലാത്ത അങ്ങാണോ നിശ്ചയിക്കുന്നത് രാമൻ ആരാണെന്നും രാമൻ എങ്ങനെ നിൽക്കണമെന്നും രാമന്റെ ഏതുതരം ചിത്രം ആരാധിക്കണമെന്നും താങ്കളാണ് നിശ്ചയിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ശരിക്കും അന്യമത വിശ്വാസികളെ വെറുതെ വിവരക്കേട് വിളിച്ചു പറയുന്നത് നിങ്ങൾ ശ്രീരാമനെ എങ്ങനെ ആരാധിക്കണമെന്ന് രാമനെ കുറിച്ചുള്ള സങ്കല്പം നിങ്ങൾ ശ്രീരാമനെ എങ്ങനെ ആരാധിക്കപ്പെടണമെന്ന് ശ്രീരാമനെ ആരാധിക്കുന്നവർ വിശ്വസിക്കട്ടെ രാജു. ശ്രീരാമനെ എങ്ങനെ നിങ്ങൾ ഹിന്ദുത്വവാദികൾ ആരാ തീരുമാനിക്കാൻ? ആരാധിക്കപ്പെടണമെന്ന് ഹിന്ദുക്കളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കാണുന്നത് കൂടുതൽ പേർ അത് ആരാധിക്കുന്നുണ്ടാണല്ലോ. കൂടുതൽ പേർ അത് ആരാധിക്കുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ തെറ്റിച്ച് നിങ്ങൾ എന്നിട്ട് പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞ 37% വരുന്ന ഹിന്ദുക്കൾ നിങ്ങളുടെ രാമന്റെ സങ്കല്പത്തെ അംഗീകരിക്കുന്നില്ല. തെളിവ് വേണോ? വേറെ തെളിവ് വേണോ? ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ നിങ്ങളുടെ രാമന്റെ സങ്കല്പത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതിന് മറ്റെന്ത് തെളിവ് വേണം? ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഈ ഏത് തരത്തിൽ ഇതൊരു രാഷ്ട്രീയായുധമാക്കുന്നു BJP എന്ന ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷം ഇതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.